കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. യേശുവേ ആരാധന, യേശുവേ നമ്മുടെ കൂടെ യേശുവേ നമുക്ക് ആരാധിക്കാം. സ്വർഗീയമായ എല്ലാ മർമ്മങ്ങളും വിട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മെ സ്നേഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ദൈവത്തെ സ്വീകരിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കും, പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കുന്നു, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ വിഷമതകളിലേക്ക് വരണമേ, ഞങ്ങളുടെ അസ്വസ്ഥതകളിലേക്ക് വരണമേ. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. സദയം സുഖമായി അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം.
സുവിശേഷം 4:20 എന്താ പറയണത്? അപ്പോസ്തലന്മാർ യേശുവിനെ സ്വീകരിക്കുന്ന രീതി പറയുകയാണ്. വിശ്വാസികൾ ആരായാലും യേശുവിനെ സ്വീകരിക്കുന്ന രീതികളുണ്ട്. എന്താ പറയണത്? 4:20 ആദ്യത്തെ ശിഷ്യന്മാർ 19 വരുമ്പോൾ അവൻ ഗലീല തീരത്ത് നടക്കുമ്പോൾ അവൻ ഗലീല തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരിക്കുന്ന തന്റെ ശിഷ്യന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു. ഇവര് ഈ രണ്ട് കക്ഷികളെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന രീതികളാണ്. ഇപ്പോൾ നമ്മൾ മത്തായി സുവിശേഷം എന്താണ്? ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിൽക്കുകയാണ്. ഈ അപ്പോസ്തലന്മാർ ചെയ്യണ കാര്യം അത് തന്നെ. എന്താ ചെയ്യണമെന്നറിയാമോ? 4:20 അതായത് 19 വരെ 4:19 അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. 4:20 എന്താ പറയണത്? തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അതാണ് 4:20. തൽക്ഷണം അവരെ എന്ത് ചെയ്യണം? വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ, മനുഷ്യന്മാരെ ഒത്തിരിയേറെ വലകളിൽ പെട്ടിരിക്കുന്ന ഒരു കാലമാണിത്, അല്ലേ? മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, അതവർ ജീവിതോപാധിയായിട്ടാണ്. നമുക്ക് ജീവനോപാധി അല്ലെങ്കിൽ പോലും പല വലകളിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. എന്തെല്ലാം തരം വലകളിലാണ് പെട്ടിരിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർക്ക് ചോദിക്കണത്, നിൻ്റെ സമാധാനം എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ സമാധാനം എപ്പോഴാണ് പോണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ പേഴ്സ് നഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ മിണ്ടത്തില്ല. പേഴ്സിൻ്റെ അകത്തൊന്നുമില്ല അച്ഛാ, ട്രെയിനിൻ്റെ ടിക്കറ്റും പിന്നെ ആധാർ കാർഡുണ്ട്, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായിരിക്കണത്. പിന്നെ നിൻ്റെ കാശ് നഷ്ടപ്പെടുമ്പോൾ. ഇല്ല ചാ, അതിൻ്റെ അകത്തൊരു 8,000 രൂപയേ ഉണ്ടായിരുന്നു, അതിനിപ്പോൾ കുഴപ്പമില്ല, പോയെന്നെ എടുക്കട്ടെ, അത് വേറെ ദൈവം എനിക്ക് തരും. പിന്നെ നിൻ്റെ മൊബൈൽ നഷ്ടപ്പെടുമ്പോൾ, മാതാവേ, മൊബൈൽ നഷ്ടപ്പെടുമ്പോഴേ ആണ് സമാധാനം പോണത്. മനസ്സിലായില്ലേ? മൊബൈൽ നഷ്ടപ്പെടുമ്പോൾ, മൊബൈൽ എവിടെ വെച്ച് നഷ്ടപ്പെടുമ്പോൾ അടുത്ത ചോദ്യമാണ്. മൊബൈൽ എവിടെ വെച്ച് നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന് സമാധാനം പോണത്? വഴിയിൽ വെച്ച് കുഴപ്പമില്ല, അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞോളാം എന്ന് പറയും. വഴിയിൽ വെച്ച് മൊബൈൽ പോകുമ്പോൾ എനിക്ക് സമാധാനത്തിന് കുഴപ്പമൊന്നുമില്ല. എന്താണ്? ഞാനത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞോളാം. പിന്നെ എങ്ങനെയാണ്? വീട്ടിൽ വെച്ച്, മാതാവേ, അതവിടെ പ്രശ്നം. വീട്ടിൽ വെച്ച് മൊബൈൽ പോയാൽ എൻ്റെ സമാധാനം പോകും. എന്താണ്? ഞാൻ പെട്ടിരിക്കുന്ന വലകളെക്കുറിച്ച് ഭാര്യയോ ഭർത്താവോ അറിയും. അതാണ് പ്രശ്നം. അതാണൊരു വലയെന്ന് പറയുന്നത്. പഴി വെച്ച് മൊബൈൽ പോയാൽ സമാധാനം പോണില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുക്കും ഉടനെ. പക്ഷേ വീട്ടിൽ വെച്ച് നിൻ്റെ മൊബൈൽ പോയാൽ നിൻ്റെ സമാധാനം പോവുമോ? കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. വീട്ടിൽ വെച്ച് നിൻ്റെ മൊബൈൽ പോയാൽ നിൻ്റെ സമാധാനം പോകുമോ? അപ്പോൾ ഒരു സമാധാനം മനസ്സിനുണ്ട്. എന്താണ്? വേറൊരു സമാധാനം. ഞാനത് ലോക്ക് ചെയ്തിരിക്കും. അതായത് ഞാനത് ലോക്ക് ചെയ്തിട്ടുണ്ട് പറയും. പണ്ടാരം ഇപ്പോൾ പരവേശം വന്നപ്പോൾ ലോക്കിൻ്റെ നമ്പരും മറന്നുപോയി. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കൈ പോയിട്ടുണ്ടെങ്കിൽ ലോക്കാണ്. ഭർത്താവ് എടുത്താലും നമ്മുടെ ചുറ്റിക്കളിയൊന്നും അറിയത്തില്ല, ഭാര്യ എടുത്താലും നമ്മുടെ ചുറ്റിക്കളിയൊന്നും അറിയത്തില്ല, വീട്ടുകാർ അപ്പനെടുത്താലും ചുറ്റിക്കളിയൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് വലയപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. ഇതൊരു വലയാണ് ഈ സംഭവം. നമ്മുടെ സമാധാനവും നമ്മളുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ എല്ലാ ദൈവവുമായിട്ടൊരു ബന്ധങ്ങളെല്ലാം നമ്മളെ കളഞ്ഞ ഒരു വലയിൽ നമ്മളങ്ങനെ പെട്ടിരിക്കുകയാണ്. ഈ മൊബൈലാണ് നമുക്ക് പോയിരിക്കണത്. പോയതപ്പോൾ വീട്ടിൽ പോയതാണ് നമുക്ക് ഇത്രയും പ്രയാസമായി പോയത്. വേറെ ഒരു പ്രശ്നവും നമുക്കില്ലായിരുന്നു. വീട്ടിൽ വന്ന് ഇപ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. എന്താ സമാധാനം പറഞ്ഞിരിക്കണേ? ഉള്ള സമാധാനം എന്താ? വീട്ടിൽ പോയെങ്കിൽ ഞാനത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഇപ്പോൾ ഈ പരവേശം കയറിയപ്പോൾ എന്ത് പറ്റി? ലോക്ക് മറന്നുപോയി.
അപ്പോൾ പിന്നെയും സമാധാനം പോയി. കർത്താവ് ഇതിനെ ലോകം തരുന്ന സമാധാനം എന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 14-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ലെന്ന്. ലോകം തരുന്ന സമാധാനത്തെക്കുറിച്ച് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അത് മണിക്കൂർ പോയിക്കൊണ്ടിരിക്കും. മൊബൈലിൽ പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ സമാധാനം പോയി. പിന്നെ ഒരു സമാധാനം കിട്ടി, അയ്യോ ലോക്കായല്ല എന്ന് ഓർത്തപ്പോൾ ഒരു സമാധാനം കിട്ടി. പക്ഷെ പിന്നെ ഓർത്ത് ലോക്കും മറന്നുപോയി എന്ന്. ലോക്കും മറന്നുപോയി. അപ്പോൾ വീട്ടിൽ വന്ന് നമ്മൾ എന്നിട്ട് പരതി കളിക്കുകയാണ്, വേർത്ത് പരതി കളിക്കുകയാണ്. മൊബൈൽ കിട്ടി, പക്ഷേ ലോക്ക് മറന്നുപോയി. അപ്പോൾ കൊച്ചിയർക്ക് നമ്മൾ ചോദിക്കണേ, എന്താണപ്പാ, എന്താണമ്മ, പടാ, നമ്മൾ പിള്ളേരെ പഠിച്ചിടും. എന്താ പിള്ളേർക്ക്, അല്ല അത് നക്ഷത്ര വിസിറ്റ് വേണേ, കുഴപ്പമില്ല. ആര് കൊച്ചു പറയണം നമ്മളെടുക്കുക. ഈ മൊബൈൽ ലോക്ക് ചെയ്തിരിക്കണത് നക്ഷത്രവും ഇസഡും വെച്ചാണ് ചെയ്തിരിക്കണതെന്ന്. ആര്? അമ്മ മറന്നുപോയി, അപ്പം മറന്നുപോയി, പക്ഷെ കൊച്ചു ഓർത്തിരിക്കണം. ഇതാണ് ലോകം, നമ്മുടെ ലോകം. മറഞ്ഞിരിക്കുക ഒന്നും പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മറഞ്ഞിരിക്കണ ഒന്നും വെളിവാകാതിരിക്കുക. കാര്യം നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്യുമ്പോൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്യുമ്പോൾ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതാണ് വലയെന്ന് പറയണത്, മൊത്തം വലയൻ. ഇപ്പം 4:20 ഈശോ എന്താ പറയണത്? വലകൾ ഉപേക്ഷിക്കണം. ഈ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമുക്കറിയില്ല. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഉടമ്പടിയുടെ ആദ്യ ഉടമ്പടി എനിക്ക് ഈശോ തരണ സമയത്ത് തന്നെ പറഞ്ഞത് എന്താണ്? റിപ്പന്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ഈ സ്വർഗരാജ്യം, ക്രിസ്തു എന്ന് പറയുന്നത് റിപ്പൻറ്റൻസിൽ നിന്ന് വരണതാണ്. ഇപ്പം നമ്മൾ 1:15 മർക്കോസിൻ്റെ 1:15 ശരി, അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഏതെങ്കിലും ചുറ്റിക്കളിലെ വലയിലെ പെട്ടിരിപ്പുണ്ടെങ്കിൽ ഉടമ്പടി എടുത്ത മക്കൾ ഇപ്പം നമ്മൾ അത് ഒരു തീരുമാനം എടുക്കണം. ഇതൊന്നും ക്രിസ്തുവിനുള്ളതല്ല. അതിൻ്റെ ചെയ്തികളോടുകൂടി പഴയ മനുഷ്യനെന്ന് പറയുന്നതിന്, പഴയ മനുഷ്യൻ 3:9 കൊളോസിയൻസ് 3:9-10, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയുക, പ്രാർത്ഥിക്കുക. കർത്താവേ, പഴയ മനുഷ്യനെ പല വലകളിലെ പെട്ടിരിക്കുന്ന പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിഞ്ഞ് നിഗൂഢമായ നിധിയായ യേശുവിനെ സ്വീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഈ ഒരു ഉടമ്പടി കാലത്ത് എന്തുമാത്രം നമ്മൾ എന്തെല്ലാം മേഖലകൾ ദൈവത്തിനായി കയ്യേൽപ്പിച്ച് കൊടുക്കണം എന്ന് സുവിശേഷത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് നിനക്ക് 2 തരത്തിൽ ചെയ്യാം. അയ്യോ ബുദ്ധിമുട്ടിയും വിഷമിച്ചൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു
ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിൻ്റെ ബുദ്ധിബോധമൊക്കെ മയക്കിക്കളയുകയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തടസ്സപ്പെടുകയും ചെയ്യുന്ന ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് പറയണത് നിനക്ക് ദുഃഖത്തോടെ അതിനെ ഉപേക്ഷിക്കാതിരിക്കാം. കാര്യം ഒരു യുവാവ് ദുഃഖത്തോടെ വിട്ടുപോകുന്നുണ്ട്. സമ്പത്തിൻ്റെ പേരിൽ ദുഃഖത്തോടെ വിട്ടുപോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റെന്നാണ് പറയണത്. ദൈവത്തിൻ്റെ തിരുസന്നിധി മനുഷ്യന് ദുഃഖത്തോടെയും ചെയ്യാം. അപ്പം നിൻ്റെ ഒരു പഴയ നമ്മളെ നാട്ടുകാർ പറയണ പോലെയുള്ള നിനക്ക് വലിയ ഗുണമൊന്നുമില്ല എങ്കിലും ചുമ്മാ ഒരു രസത്തിനൊരു ബന്ധം കിടക്കുകയാണ്, എപ്പോഴായാലും നീ പണിമേടിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അല്ലെങ്കിൽ നിന്നെ സഹായിച്ചവരായിരിക്കും, ഏതെങ്കിലും വിധത്തിൽ സഹായിച്ച ആൾക്കാരില്ലേ, സഹായിച്ച ആൾക്കാർ നിന്നെ എപ്പോഴും സഹായിച്ചു കൊണ്ടേയിരിക്കും. പീഡിയ നിന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ച ആൾക്കാർ നിന്നെ വീണ്ടും ദൈവത്തിൽ നിന്ന് അകറ്റാൻ സഹായിച്ചു കൊണ്ടേയിരിക്കും. യു മസ്റ്റ് അപ്ഹോൾഡ് ദിസ് പോയിന്റ്. നിന്നെ ഏതെങ്കിലും വിധത്തിൽ ഭൗതികമായി സഹായിച്ചുള്ള വ്യക്തികളെ നിന്നെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റാൻ സഹായിച്ചു കൊണ്ടേയിരിക്കും. അതിന് ജനസ്വരം എന്ന് പറയും ബൈബിളിൽ. ജനസ്വരം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന NRIക്കാരാണ്. സൗദി രാജ്യങ്ങളൊക്കെ ജീവിക്കുന്നവരും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ജീവിക്കുന്നവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് പലപ്പോഴും പലരുടെയും സഹായം വേണം. വാച്ചർമാരുടെ പോലും സഹായം വേണം. ചില പാവപ്പെട്ടവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കത്ത് എഴുതണമെങ്കിൽ ശാരീരിക ബന്ധം പെടാതെ കത്തെഴുതി തരത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും. അവർക്ക് അക്ഷരം അറിയാൻ പാടില്ല, അക്ഷരം അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്തോ ഒരു ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ്, പക്ഷേ വീട്ടിലോട്ട് കത്തെഴുതണം. അപ്പോൾ ഇത് ഞാൻ കേൾക്കണ 96-ലെ കേസാണിത്. ഇപ്പോൾ കാലങ്ങളെല്ലാം മാറി, ആ ആൾക്കാരൊക്കെ ആ തലമുറയെ മരിച്ചുപോയി. പക്ഷെ ഞാൻ ഓർക്കും, ഒരാൾ ഒറ്റപ്പെട്ടു പോയാൽ എന്തെല്ലാം പണയം വെക്കേണ്ടി വരുമെന്ന്. ഇപ്പം ചില മുറികളിൽ നമ്മൾ ഒറ്റക്ക് താമസിക്കേണ്ടി വരും. നമ്മുടെ കൂടെ നമുക്ക് പൈസ ഇല്ല, നമുക്ക് 2000 രൂപയെ 4000 രൂപയെ സ്പെയർ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ആണുങ്ങളും കയറി താമസിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളും കൂടി താമസിക്കും, ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഷെയർ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാനെങ്ങനെയാണ് അവിടെ ഉടമ്പടി തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ തന്നെ ഓർക്കും, ഞാനിവിടെ അപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കത്തില്ലേ, അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കും. ഇപ്പം ചില എന്നോട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. എന്താണ്? വീട്ടുകാരെ പേടിച്ചിട്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കും, വീട്ടുകാരെല്ലാം ഒഴിയാൻ വേണ്ടിയിരിക്കും. വീട്ടുകാരെ പേടിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന നടത്താതിരിക്കുന്ന വീടുകളുണ്ട്. വ്യക്തി ഉടമ്പടി എടുക്കും അവർ. ചെറുപ്പം അച്ഛൻ എന്നെ വിടണം, ഞാൻ ഭർത്താവ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് അലക്സാണ്ടർ ചേനോട് ഒന്ന് പറഞ്ഞ്, അച്ഛൻ ആ സ്ത്രീയെ എളുപ്പം വിടണം, അവർ കുഴുമൂര എവിടെയോ താമസിക്കുകയാണ്, ഭർത്താവിനോട് പറയാതെ വന്നിരിക്കുകയാണെന്ന്. ഭർത്താവിനോട് പറയാതെയാണ് നീ വന്നിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നീ ഉടമ്പടി പരസ്യമായിട്ട് ചെയ്യണം. എന്താ കാര്യം? നീ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. നീ ഭർത്താവിനെ നിന്നെ തല്ലുവോ കൊല്ലുവോ എന്നുള്ളതല്ല, നിന്നെ സംരക്ഷിക്കാൻ കഴിയുള്ള, മരണത്തിൽ നിന്ന് വരെ രക്ഷിക്കാൻ കഴിയുള്ള ക്രിസ്തുവിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യം കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകുന്ന നിന്റെ വിശ്വാസം നിനക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? അവിടെ ക്രിസ്തുവിന് വില കൊടുക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈസിയായിട്ട് ഈശോനെ അടിച്ചു മാറ്റാമെന്ന് ആരും വിചാരിക്കരുത്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഇഫ് യു ഫോളോ മീ, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ ടു ദി ഗാലോസ്. ഞാൻ പണ്ട് വായിച്ചൊരു പുസ്തകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കുമരം വരെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത് ഒരു രക്തസാക്ഷി എഴുതിയ പുസ്തകമാണ്. ഞാൻ അതിവിടെ സമർത്ഥിക്കാൻ നോക്കുകയല്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി അത് നിങ്ങൾക്ക്, കർത്താവ് പറയും, അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കുമെന്ന്. അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കും. കുടുംബത്തിലായാലും പുറത്തായാലും ക്രിസ്തുവിന് വേണ്ടി സഹിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ,
വിശ്വാസത്തിലെ വിശ്വാസത്തിലെ ഇതുപോലെ സാക്ഷ്യം വഹിക്കാനുള്ള സമയം കിട്ടുമ്പോൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എനിക്ക് സാക്ഷ്യം പ്രഖ്യാപിക്കുവാൻ, വിശ്വാസം പ്രഖ്യാപിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ, എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സാമ്പത്തിക ബാധ്യതകളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കുന്ന ആ നിമിഷങ്ങളിൽ വെള്ളയും കൊടുത്തൊരു മനുഷ്യനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇവന് സാമ്പത്തിക ബാധ്യതയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം അതൊരു അടയാളമാണ്. കാര്യം അതുപോലെ സാമ്പത്തിക ബാധ്യതകളിൽ എന്ത് ചെയ്യും, ആര് തരും, എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കൊടുക്കും, ജപ്തിയായി പോകുമോ എന്നൊക്കെ വേദനിക്കുന്ന മക്കളെയാണ് കാണിക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ 1,00,000 രൂപ തൊട്ട് ചിലപ്പോൾ 1 കോടിയും 10 കോടിയും കടമുള്ള മനുഷ്യരുണ്ടാകും. ഈ അൾത്താരയിൽ ഈ സാമ്പത്തിക ബാധ്യതക്കാർ ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അവരുടെ സാമ്പത്തിക ബാധ്യതയുടെ മുഖങ്ങളെടുത്ത് മാറ്റിയത് അജ്ഞാതമായ മാർഗങ്ങളിലൂടെ പോലും. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. കർത്താവ് സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവ് സാമ്പത്തിക ബാധ്യതയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക ബാധ്യതയുള്ളവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, ഹോസ്റ്റൽ ഫീസ്, കോളേജ് ഫീസ് അടക്കാനില്ലാത്ത കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന മക്കളുണ്ട്. ഈശോയെ, ഓരോരോ സ്ഥലത്ത് കൊടുക്കേണ്ട കാശ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഏജന്റുമാർ വഞ്ചിച്ചത് കാരണം നിരാലംബപ്പെട്ടു പോയ ജീവിതമുണ്ട്. കർത്താവേ, അവരെല്ലാം അവരുടെ കണ്ണീരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ നിക്ഷേപിച്ച പണം, സാമ്പത്തിക സ്ഥാപനം പൊളിഞ്ഞു പോയത് കൊണ്ടോ അവർ വഞ്ചിച്ചത് കൊണ്ടോ തകർന്നു പോയ വിഷമം അനുഭവിച്ച കടക്കാരുണ്ട്. കർത്താവേ, അവരെല്ലാം കർത്താവ് നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതികടേ എന്റെ ശരീരം നിന്നെ സ്വന്തം ശരീരവും ജീവനും നൽകി സ്നേഹിക്കുന്ന കർത്താവാണ്. അവനോടുകൂടി സമസ്തവും നമുക്ക് ചേർത്ത് നൽകുകയില്ലേ? നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോടുകൂടെ
സമസ്തവും നമുക്ക് ചേർത്ത് നൽകുകയില്ലേ? കർത്താവിൻ്റെ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിലെ 30-31 വചനങ്ങൾ യേശുക്രിസ്തുവിനെ നൽകുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പക്ഷത്താകും. യേശുക്രിസ്തുവിൻ്റെ പക്ഷത്താണെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കാം. പിന്നെ റോമലേഖനം 8:35 വരുമ്പോൾ ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൽ നിന്ന് നമ്മെ ഒഴിവാക്കാൻ കഴിയും? യേശുക്രിസ്തുവാണ് ഇന്ന് പ്രഘോഷിക്കപ്പെട്ടത്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ എല്ലാ സാകല്യം, സകല സമ്പത്തുകളുടെയും സൗഖ്യത്തിൻ്റെ സാകല്യം കർത്താവ് യേശുക്രിസ്തുവേ. അങ്ങേ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അങ്ങേ സ്വീകരിച്ച മക്കള് റോമ 8 ലേഖനം അനുസരിച്ചുകൊണ്ട് സകല അവസ്ഥകളിൽ നിന്നും, സകല നമ്പരപ്പാടുകളിൽ നിന്നും, സകല ക്ലേശാരിഷ്ടതകളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ, രോഗങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, ജോലി കിട്ടാത്ത അവസ്ഥകള്, ജോലി കിട്ടാൻ മാർഗമില്ലാത്ത അവസ്ഥകള്, ഇപ്പോഴും മക്കൾക്ക് പരീക്ഷ കിട്ടാത്തവരുണ്ട്. IELTS, MOH, ഹാദ്, RM പരീക്ഷ, B1, B2 ഒക്കെ അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അവരെല്ലാം ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PSC എഴുതി കഴിഞ്ഞ മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോഴും അങ്ങയുടെ മക്കള് പലതരത്തിൽ പ്രാർത്ഥിക്കണം ഈശോയെ. പലതരത്തിൽ കർത്താവ് മനുഷ്യന് അസാധ്യമായ പല അവസ്ഥകളിൽ ചെന്ന് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണം. അവിടെ കണ്ണുനീര് കർത്താവ് 55-ാം സങ്കീർത്തനത്തിലെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെക്കുന്നവണ് കർത്താവ്. നിന്റെ കണ്ണ് കർത്താവ് ഞങ്ങൾ കരയുന്നത് വീഴുന്നത് നിന്റെ കയ്യിലാണെന്ന് കർത്താവ് നീ ഓർക്കണമേ കർത്താവേ. കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നവരെ അവരെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉടമ്പടി എടുത്ത 10,000-കണക്കിന് മനുഷ്യരുടെ 10,000-കണക്കിന് വിഷയങ്ങൾ, സങ്കടങ്ങൾ ഇപ്പോഴും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ്. അവർ ഓർക്കുന്നത്, അവർ മറന്നു പോയതായ കാര്യങ്ങളെ ഇപ്പോൾ കർത്താവിനെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ ഇപ്പോൾ കർത്താവ് പറയണത് ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളെ, രോഗാതുരമായ മുഴുവൻ അവയവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കുന്നു. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ അവയവങ്ങൾ രോഗം പിടിച്ച അവയവങ്ങൾ മരുന്നോ ലേപനമല്ല, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അമ്മേ, പരിശുദ്ധമ്മേ, ഇപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മയുടെ മധ്യസ്ഥത്തിന് യേശുവിൻ്റെ നാമത്തിലെ ശീലാവേദികള്, മാരകരോഗികള് യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. കരങ്ങൾ തുറന്നു വെച്ച് നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. മുട്ട നീക്കുക സമാപന ആശീർവാദമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആശീർവദിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളെ പ്രാർത്ഥിക്കട്ടെ. ഉടമ്പടി എടുത്തവര്, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവര്, ടെലിവിഷൻ ചാനലിലൂടെ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, അവർ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. തീരാവ്യാധിയിൽ കഴിയുന്നവര്, രോഗദുരിതങ്ങളിൽ കഴിയുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവര്, സദാന ഭാഗ്യമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, കോവിഡ് മഹാമാരിയിൽ കഴിയുന്നവര് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിറയുകയാണ്. എല്ലാ മാരക രോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപ ചൊരിയുകയാണ്. കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. ശിവയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.